ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ജനുവരി 12 മുതൽ എന്നുവെച്ചാൽ നാളെ മുതൽ ജനുവരി 31 വരെ റിലീസ് ചെയ്യുന്ന OTTയിലും തിയേറ്ററിലും റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ടു താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡയറക്ടർ സുന്ദർ സി സംവിധാനം ചെയ്ത് വിശാൽ, അഞ്ജലി, വരലക്ഷ്മി, ശരത്കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മദഗജ രാജ എന്ന മൂവി ജനുവരി 12 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ബോബി സംവിധാനം ചെയ്ത് നന്ദമുറി ബാലകൃഷ്ണ, ഉർവശി റുട്ടേല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദാക്കു മഹാരാജ് എന്ന മൂവി ജനുവരി 12 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. അഗുയി ബ്രാവി, നാച്ചോ ഫ്രാങ്കോവില്ല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അമേരിക്കൻ ഹൊറർ മൂവി ദ 100 കാൻഡിൽസ് ഗെയിം ദ ലാസ്റ്റ് പൊസിഷൻ എന്ന മൂവി ജനുവരി 13 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. അരവിന്ദ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് കൃഷ്ണദാസ്, സ്മൃതി വെങ്കട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച തരുണം ജനുവരി 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത് ആകാശ് മുരളി, അതിഥി ശങ്കർ, കൽക്കി കൊച്ചേൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നെസിപ്പിയ എന്ന മൂവി ജനുവരി 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഇളയരാജ കാളിയപ്പെരുമാൾ സംവിധാനം ചെയ്ത് സിബിരാജ്, ജീവ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച 10 Hours എന്ന മൂവി ജനുവരി 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അനിൽ രവി സംവിധാനം ചെയ്ത് വെങ്കിടേഷ്, ഐശ്വര്യ രാജേഷ്, മീനാക്ഷി ചൗധരി, രാജേന്ദ്ര പ്രസാദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സംക്രാന്തിക്ക് വാസ്തുന്നം എന്ന മൂവി ജനുവരി 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഫെഡറിക് ജാർഡിൻ സംവിധാനം ചെയ്ത് അഡ്രിയാസ് ഫിഷ്മാൻ, എമിലി ഡക്കൽ, ലിസ ഡെലാമർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സർവൈവ് എന്ന മൂവി ജനുവരി 15 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്ത് സൗബിൻ താഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദിനി ശ്രീധരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പ്രാവിൻഗോഡ് ഷോപ്പ് എന്ന മൂവി ജനുവരി 16 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ശരൺ വേണുഗോപാൽ കഥ എഴുതി സംവിധാനം ചെയ്ത് ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമ്മൂട്, അലൻസിയർ ലോപ്പസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നാരായണിൻ്റെ മൂന്നാം മക്കൾ എന്ന മൂവി ജനുവരി 16 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ജോജു ജോർജ് കഥ എഴുതി സംവിധാനം ചെയ്ത് ജോജു ജോർജ്, സാഗർ സൂര്യ, ജുനൈസ് VP, സുജിത് ശങ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പണി ജനുവരി 16 സോണി ലൈവ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ബബ്ബ എന്ന മൂവി ജനുവരി 17 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്ടർ മൈക്കൽ പോളിസ് സംവിധാനം ചെയ്ത് സിൽവസ്റ്റർ സ്റ്റാലോൺ, സ്കോട്ട് എസ്റ്റ്യൂട്ട്, മൈക്ക് കോട്ടൺ, വില്ല ഫിറ്റ്ജെറാൾഡ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അലാറം എന്ന മൂവി ജനുവരി 17 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അഭിഷേക് കപൂർ സംവിധാനം ചെയ്ത് അജയ് ദേവ്ഗൺ, ഡയാന പെൻഡി, മോഹിത് മാലിക് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആസാദ് എന്ന മൂവി ജനുവരി 17 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ലീ വാനൽ കഥ എഴുതി സംവിധാനം ചെയ്ത് ക്രിസ്റ്റഫർ ആബട്ട്, ജൂലിയ ഗാർണർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച വോൾഫ്മാൻ എന്ന മൂവി ജനുവരി 17 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഡൗഗൽ വിൻസൻ സംവിധാനം ചെയ്ത് ലൈവ് ആക്ഷൻ ആനിമേഷൻ അഡ്വഞ്ചർ കോമഡി മൂവി പെഡിങ്ടൺ ഇൻ പെറു എന്ന മൂവി ജനുവരി 17 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഗിരീഷ് AD സംവിധാനം ചെയ്ത് നെസ്ലൻ, ജിലിജിമോൾ ജോസ്, സജിൻ ചെറുകയിൽ, ദിലീഷ് പോത്തൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അയാം കാതലൻ എന്ന മൂവി ജനുവരി 17 മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, മാളവിക മനോജ്, അഖില ഭാർഗവൻ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സുമതി വളവ് ജനുവരി 18 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സനൽ V ദേവൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ഗൗതം മേനോൻ, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച വരാഹം ജൂൺ 18 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ലെന, ഗോകുൽ സുരേഷ്, വിനീത്, സിദ്ദീഖ്, ജയ് ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന മൂവി ജനുവരി 23 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് മാർക്ക് വാൾബർഗ്, മിഷേൽ ഡോക്കറി, ഡോഫൻ ഗ്രേസ്, ലിയ റെമിനി, മാസ് അലി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഫ്ലൈറ്റ് റിസ്ക് എന്ന മൂവി ജനുവരി 24 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത്, അജു വർഗീസ്, ദിവ്യ പിള്ള, വിജയരാഘവൻ, റേബ മണിക്കാർ, നിഷാന്ത് സാഗർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ധീരം ജനുവരി 24 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, TG രവി, അലൻസിയർ ലോപ്പസ്, ജാഫർ ഇടുക്കി, മാല പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച
എന്ന മൂവി ജനുവരി 24 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ലിജോ തോമസ് സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, അനഘ നാരായണൻ, നവാസ് വള്ളിക്കുന്ന് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അൻബോർഡ് കൺമണി എന്ന മൂവി ജനുവരി 24 റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അഭിഷേക് അനിൽ കപൂർ സംവിധാനം ചെയ്ത് അക്ഷയ് കുമാർ, സാറ അലി ഖാൻ, നിമ്രത് കൗർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സ്കൈ ഫോഴ്സ് എന്ന മൂവി ജനുവരി 24 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സ്റ്റീവൻ ലെബോർട്ട് സംവിധാനം ചെയ്ത് വാൾട്ട് ഡിസ്നി ഫ്രാഞ്ചൈസിയിലെ മിക്കി മൗസിൻ്റെ കൊലപാതകത്തിൻ്റെ ആനിമേഷൻ മൂവിയായ സ്ക്രീം ബോൾട്ട് എന്ന മൂവി ജനുവരി 24 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അശ്വിനി ധീർ കഥ എഴുതി സംവിധാനം ചെയ്ത് മാധവൻ, നിതിൽ നീൽ മുകേഷ്, രഷാമി ദേശായി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഹിസാബ് ബറാബർ എന്ന മൂവി Z5 OTT പ്ലാറ്റ്ഫോമിലൂടെ ജനുവരി 24 റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന, ഫർഹാൻ ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച തുടരും ജനുവരി 30 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ നിക്കോളാസ് ടോളർ കഥ എഴുതി സംവിധാനം ചെയ്ത് വിൽ ഫെറൽ, റീസ് വിസ്റ്റർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അമേരിക്കൻ കോമഡി മൂവി യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്ന മൂവി ജനുവരി 30 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ബോബി സഞ്ജയിൻ്റെ കഥയിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് ഷാഹിദ് കപൂർ, പൂജ ഹെഗ്ഡെ, പവയിൽ ഗുലാത്തി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഹിന്ദി ആക്ഷൻ മൂവി ദേവ ജനുവരി 31 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ആൻഡ്രൂ ബൂച്ചറോ സംവിധാനം ചെയ്ത് ക്രിസ്റ്റൽ സ്റ്റുവർട്ട്, സ്റ്റീവൻ യൂൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അമേരിക്കൻ റൊമാൻസ് മൂവി ലവ് മീ ജനുവരി 31 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും നമസ്കാരം, ബൈ.